ട്രംപ് അങ്ങനെ പറഞ്ഞു വെച്ചില്ല എങ്കിലും ട്രംപിന്റെ നിലപാടുകൾ ആദ്യം മുതൽ തന്നെ അങ്ങനെ തന്നെയാണ്. കൂട്ടെല്ലാം നല്ലതാണ്, ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ മാത്രം ബിസിനസ് കൺസെഷൻ ആഗ്രഹിക്കരുത്. സീ ബിസിനസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഡിഫറൻ്റ്ലി. ഈ ഒരു നയം ട്രംപ് ഉള്ളിടത്തോളം കാലം അടുത്ത 4 വർഷം ഇതിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ ഭാരതം തയ്യാറായി കഴിഞ്ഞു. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഭാരതം നോക്കൂ, ഇന്ത്യയുടെ പ്രയോറിറ്റീസ്, 2 പ്രയോറിറ്റീസ് ഇവിടെ ട്രംപുമായുള്ള സംഭാഷണത്തിൽ മോദി റെപ്രസെന്റ് ചെയ്തു കഴിഞ്ഞു. വൺ ഈസ് ദ നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷ എന്ന ദേശീയ താല്പര്യം. അത് ന്യൂമറോ യൂണോ താല്പര്യമാണ്. ദേശത്തിന് ഭദ്രതയുണ്ടാകണം, ഭീകരവാദികളിൽ നിന്നും ഭാരതത്തെ സംരക്ഷിച്ചു നിർത്തണം. അതിർത്തി കടന്നു വരുന്ന ഭീകരത മാത്രമല്ല, വളരെ ദൂരെ നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ സുരക്ഷയെ ഹനിക്കുന്ന, അത് സിഖ് ഭീകരത, അതായത് ഖലിസ്ഥാൻ വാദമായിക്കൊള്ളട്ടെ, മറ്റ് മുംബൈ ആക്രമണം പോലെയുള്ള സംഭവത്തിന് സൂത്രധാരത്വമായിക്കൊള്ളട്ടെ, അത് ഒരു സോഴ്സിൽ തന്നെ ചെന്ന് അതിന് ഭാഗികമായ പരിഹാരമുണ്ടാവുകയാണ്. ദീർഘകാല പരിഹാരങ്ങളുടെ ഒരു തുടക്കം എന്ന നിലയിൽ തഹാവൂർ റാണയുടെ കൈമാറ്റം, എക്സ്ട്രഡിഷൻ, അത് സാധ്യമാകുന്നു. അതൊരു തുടക്കം മാത്രമാണ്. ഇനി ഒരു സീരീസ് ഓഫ്, ഇനി ഹർപട്വന്ത് സിംഗ് പന്നു മുതലായ ആളുകൾ ഇപ്പോഴും അമേരിക്കയിൽ കഴിയുന്നു. ഇവരുൾപ്പെടെ ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് ആത്യന്തികമായി ഭീഷണിയാകാവുന്ന വ്യക്തികളെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരെ നിയന്ത്രിക്കാൻ അമേരിക്ക വിചാരിച്ചാൽ കഴിയും. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടുതൽ കോഓപ്പറേറ്റ് ചെയ്യാനുള്ള തീരുമാനവും സ്വാഗതാർഹമായ കാര്യമാണ്. അങ്ങനെ നാഷണൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ് ഡിഫൻസ് പ്രിപ്പയർഡ്നെസ്. അതുകൊണ്ട് നമ്മുടെ എയർ സുപ്പീരിയോറിറ്റി ദക്ഷിണേഷ്യയിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് സമുദ്ര സുരക്ഷ. അതുകൊണ്ട് ഇൻഡോ പസഫിക് മേഖലയിലേക്ക് കൂടുതൽ ലോകത്തിൻ്റെ ശ്രദ്ധ വരികയാണ്. അതുകൊണ്ട് ചൈനയെ കൗണ്ടർ ചെയ്യുക എന്ന ഒരു പരിമിതാർത്ഥത്തിൽ മാത്രമല്ല, വ്യാപകമായ ഇക്കണോമിക്, കൾച്ചറൽ ആൻഡ് ജിയോഗ്രാഫിക്കൽ ആ ഒരു ഇൻട്രസ്റ്റ് എല്ലാം കണ്ടുകൊണ്ട് ക്വാഡിനെ കുറച്ചുകൂടി ശക്തിമത്താക്കുന്നു. മോദി ക്ഷണിച്ചിരിക്കുകയാണ് ട്രംപിനെ. ഇന്ത്യ ആതിഥ്യമരുളുന്ന ക്വാഡ് മീറ്റിംഗിൽ ട്രംപ് വരാനായി ക്ഷണം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ദേശീയ സുരക്ഷ എന്ന ഒരു കാര്യത്തിൽ കാര്യമായി മുന്നോട്ട് പോയി എന്നത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. അമേരിക്ക അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചു. 2, നമ്മുടെ എനർജി സെക്യൂരിറ്റി. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ ഊർജ്ജ ആവശ്യമുള്ള രാജ്യമാണ്. വളരാൻ വെമ്പുന്ന ഭാരതം, വികസിത ഭാരത്. 2047 ഇന്ത്യ വികസിത രാജ്യമാകും എന്ന ഒരു പ്രഖ്യാപനം, അതിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ് ഇപ്പോൾ. അപ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മുടെ എനർജി റിക്വയർമെന്റ്, അത് കൺവെൻഷണൽ എനർജിയും ആവശ്യമാണ്, അൺകൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ എനർജിയും ആവശ്യമാണ്. അതുകൊണ്ട് 2008 മൻമോഹൻ സിംഗിന്റെയും ഒബാമയുടെയും കാലത്ത് തുടങ്ങിവെച്ച ആണവ കരാറിന്റെ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയർ റൂട്ട് സുഗമമായി മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് വെച്ച് തണുത്തിരിക്കുകയായിരുന്നു, അത് പൂർവാധികം ശക്തമായി മുന്നോട്ട് പോകുന്നു. അതിനേക്കാൾ പ്രധാനമാണ്, അമേരിക്ക ഇപ്പോൾ ഹൈഡ്രോ കാർബൺ വിമുക്തമാകാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാറുകളായിക്കൊള്ളട്ടെ, അവിടുത്തെ ഉൽപ്പന്നങ്ങളായിക്കൊള്ളട്ടെ, എല്ലാം തന്നെ ഇൻഡസ്ട്രി ആകട്ടെ, ഹൈഡ്രോ കാർബൺ പരമാവധി ഉപയോഗിക്കുകയും മിച്ചം വരുന്നത് പരമാവധി എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ വിദേശ വിപണികൾ അമേരിക്കയ്ക്ക് ആവശ്യമാണ്. നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓയിലിൻ്റെ ആവശ്യമുണ്ട്. അത് എവിടെ നിന്ന് വാങ്ങുന്നു എന്നതാണ് പ്രധാനം. നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് വാങ്ങുന്നു. ഇനി കൂടുതൽ അമേരിക്കയിൽ നിന്നും വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുന്നു. അങ്ങനെ എനർജി സുരക്ഷയുടെ കാര്യവും ഒരു പരിധിവരെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ, നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയാണ് മൂന്നാമത്. നമ്മുടെ സെക്യൂരിറ്റി പാരഡൈംസിൽ ദേശീയ സുരക്ഷ, ഭക്ഷ്യ സുരക്ഷ, അതുപോലെ ഈ 3 എനർജി സുരക്ഷ, ഈ 3 കാര്യങ്ങളിൽ, ഈ 3 കാര്യത്തിലും യഥാർത്ഥത്തിൽ ദേശീയ താല്പര്യം പ്രതിഫലിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇറിറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യൻ വംശജരായ ആളുകൾ ഇന്ത്യയിൽ നിന്നും കുടിയേറുന്ന, നേരിട്ടോ അല്ലാതെ മറ്റ് രാജ്യങ്ങൾ വഴിയോ കുടിയേറുകയും നുഴഞ്ഞു കയറുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അമേരിക്കയിൽ വെച്ച് പിടിയിലാകുമ്പോൾ അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതിന് താത്വികമായി ഇന്ത്യ എതിരല്ല എന്ന പ്രഖ്യാപനം. പക്ഷേ എങ്ങനെ എന്നതാണ് ഒരു വലിയ ചോദ്യം. അത് എങ്ങനെയെന്ന് അവരെ ഓണറബിളായി തിരിച്ചു കൊണ്ടുവരണം എന്ന രീതിയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം മുറവിളി കൂട്ടുന്നത് പോലെ അതേക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാനോ ചർച്ചയിലേക്ക് നീങ്ങാനോ ഇന്ത്യ താല്പര്യപ്പെട്ടില്ല. കാരണം അത് കൂടുതൽ വിവാദങ്ങൾ വിളിച്ചു വരുത്തും എന്നതുകൊണ്ടും ഒരു പക്ഷേ അമേരിക്കയോ ട്രംപിനെ വ്യക്തിപരമായോ പ്രകോപിപ്പിക്കേണ്ട
എന്ന ഒരു തീരുമാനമായിരിക്കും അതേക്കുറിച്ച് പരസ്യ പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിന്ന്. പക്ഷേ രഹസ്യമായി മോദിയും ട്രംപും തമ്മിലുള്ള ഒരു പേഴ്സണൽ കെമിസ്ട്രിയെക്കുറിച്ച് മാധ്യമങ്ങൾ കാര്യമായി സംസാരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ മൈ ഫ്രണ്ട് ട്രംപ്, മൈ ഫ്രണ്ട് മോദി എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ വ്യക്തിപരമായി കുറെയൊക്കെ സംസാരിക്കാവുന്ന ഒരു അടുപ്പം ഈ രണ്ട് നേതാക്കൾ തമ്മിലുണ്ട്. ദീർഘകാലമായി രണ്ട് രാജ്യങ്ങളുടെയും ഭാഗതയെ നിർണ്ണയിക്കുന്ന രണ്ടുപേർ എന്നുള്ള നിലയിൽ അവിടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഉഭയകക്ഷി ഒരു പേഴ്സണൽ ഡിപ്ലോമസി എന്ന നിലയിൽ കൈകാര്യം ചെയ്യാവുന്നത് കൊണ്ടാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വിഴുപ്പലക്കലിന്റെ രൂപത്തിലേക്ക് അത് വന്നില്ല എന്നതും പ്രത്യേകമായി പ്രതിപാദ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് തന്നെയാണ് അതുകൊണ്ടാണ് മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന് നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയുന്നത്. മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അല്ല, അത് സമ്മതിക്കുന്നു. അതുപോലെ തന്നെ വിൻ വിൻ സിറ്റുവേഷൻ, അമേരിക്കയെ ഗ്രേറ്റ് ആക്കിക്കൊള്ളൂ, ഭാരതത്തെയും വികസിത ഭാരതമാക്കണം, അതിനാണ് ഇന്ത്യ ഷുഡ് ബി മെയ്ഡ് ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ മെഗാ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. രണ്ട് കൂട്ടർക്കും തുല്യമായ പ്രാതിനിധ്യം, ഗുണം ലഭിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്ന് തന്നെയാണ് നിഗമനം.